ഈ നോമ്പുകാലം നന്മകളാൽ സമൃദ്ധമാകട്ടെ. ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ദിവസത്തെ റിഫ്ലക്ഷൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോയത് നല്ലൊരു ചിന്തയിലേക്കായിരുന്നു. മറ്റുള്ളവരുടെ ഇടയിൽ നാം നല്ല വൃക്ഷമാണോ അതോ ചീത്തവൃക്ഷമാണോ എന്ന്. നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തുന്ന കാര്യങ്ങൾ അവർക്ക് മാതൃകയാക്കാവുന്നതാണെങ്കിൽ നാം നല്ല വൃക്ഷമായി മാറുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൂതാശകൾ അത് സ്വീകരിച്ച് മനസ്സിനും ശരീരത്തിനും നന്മയുള്ളവരായി ജീവിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ഇനി നമുക്ക് ഇന്നത്തെ റിഫ്ലക്ഷൻ എന്താണെന്ന് കേൾക്കാം. നാം ഇന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 14-ാം വാക്യമാണ്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട്. ഈ സമയങ്ങളിൽ ചിലപ്പോഴെല്ലാം നമ്മളെ ശരീരം പിന്നോട്ട് വലിക്കുന്നു. ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ ബലഹീനത. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്കിത് മറികടക്കാൻ സാധിക്കുകയുള്ളൂ. മരുഭൂമിയിലെ പരീക്ഷണം ഈശോ നേരിട്ടത് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയുമാണ്. പ്രാർത്ഥന എന്നത് വെറുമൊരു വാക്കല്ല, അത് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള നമ്മുടെ ആത്മീയ കവചമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ആത്മാവിൽ ശക്തി പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഈ നോമ്പുകാലത്തിൽ നമുക്ക് സ്വയം ചിന്തിക്കാം, വീഴ്ചകളിൽ നാം തളർന്നു പോകാറുണ്ടോ? എങ്കിൽ നമുക്ക് പ്രാർത്ഥനയിലൂടെ ആത്മബലം നേടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.